എനിക്കിന്ന് കറി ചിക്കനാണ്. നിങ്ങൾക്കൊക്കെ ഇന്ന് കറി എന്താണ്? അപ്പോൾ ഞാൻ ചിക്കനൊക്കെ കഴുകി വെള്ളം പോകാൻ വെച്ച് അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ അരി എടുത്ത് കഴുകി അടുപ്പത്തിട്ട് എന്നിട്ട് എൻ്റെ മുടിയൊക്കെ ഒന്ന് കെട്ടി പൊക്കി കെട്ടി പിന്നെ കൈ കഴുകിയതിന് ശേഷം ചിക്കന് വേണ്ട സാധനങ്ങളാണ് എടുത്ത് വെച്ചേക്കണം. ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, പിന്നെ ക്യാപ്സിക്കം, മല്ലിയില, പുതിനയില, തക്കാളി, സവാള ഇതെല്ലാം കൂടി കട്ടിംഗ് ബോർഡിൽ വെച്ച് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടാണ്. പിന്നെ ഇതിൽ ഒരു കൂട്ടമില്ല, നിങ്ങളത് ശ്രദ്ധിച്ചാൽ വേപ്പില ഉണ്ടായില്ല. അപ്പോൾ വേപ്പില മേടിച്ച് വെച്ചതേ വാടിപ്പോയി. എന്താണെന്ന് വെച്ചാൽ ഞാൻ ഫ്രിഡ്ജിലാണ് കിറ്റിയിലാക്കി വെച്ചേക്കണത്, എന്നാലും അത് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ എല്ലാം കൂടി അരിഞ്ഞതിന് ശേഷം അരി വെന്താന്ന് നോക്കി. അപ്പോൾ ചോറ് വെന്തിട്ടുണ്ട്. അങ്ങനെ അതിൻ്റെ വെള്ളം കളഞ്ഞ് ഞാൻ അടച്ചിട്ടിട്ടാ. പിന്നെ ചട്ടി അടുപ്പത്തിലോട്ട് വെച്ച് കത്തിച്ച് നമ്മുടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് അമ്മ അരിഞ്ഞ് വെച്ച ഈ കൂട്ടം ഇട്ട് കൊടുത്ത് കളർഫുള്ളാണ്. വേപ്പിലയുടെ ഒരു കുറവുണ്ട്. പിന്നെ ഞാൻ അതിൻ്റെ പൊടികൾ എടുത്ത് വെച്ചിട്ടാ. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാലപ്പൊടി എല്ലാ ആവശ്യത്തിനാണ് എടുത്തത് കേട്ടോ. എല്ലാം നമ്മുടെ ഒരു കണക്കുണ്ടാവുമല്ലോ, അത് അങ്ങോട്ട് ഇട്ട് നല്ലോണം ഇളക്കി കൂട്ടി ഒന്ന് മൊരിഞ്ഞ് വന്നപ്പോഴേക്കും ആവശ്യത്തിന് ഉപ്പിട്ട് മൊരിയണേനും മുമ്പ് എന്നിട്ട് നമ്മൾ അതിലോട്ട് നമ്മുടെ ചിക്കൻ ഇട്ടിട്ട് ഇളക്കി കൂട്ടി അങ്ങോട്ട് വെച്ചിട്ടാ. പിന്നെ ഇതിൽ നമ്മൾ ഒട്ടും വെള്ളം ഒഴിക്കണില്ല, ആ ചിക്കനിൽ വന്ന വെള്ളം മാത്രം കൊണ്ടാണ്. എന്നിട്ട് അതിലേക്ക് ഇത്തിരി കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്ത് അപ്പോൾ അതേ നല്ല വെന്തൊക്കെ വന്നിട്ടുണ്ട് നല്ലോണം. ഇത്തിരി എന്നാലും ഒന്ന് മൂടി വെക്കണേണ് കുറച്ച് നേരം കൂടി. ഒട്ടും വെള്ളമില്ലാത്ത ചിക്കൻ റോസ്റ്റ് റെഡിയായി.